പ്രിയപ്പെട്ട കുട്ടികളെ, നമുക്ക് USSൽ സാധാരണ വരുന്ന ഒരു ചോദ്യം പരിചയപ്പെടുത്താം. ദ യൂണിറ്റ്സ് ഡിജിറ്റ് ഇൻ ദ പ്രോഡക്റ്റ് ഓഫ് 3127 ഓൾ റേസ് ടു 173. 3127 റേസ് ടു 173യുടെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം എത്രയാണെന്നാണ് ചോദ്യം. അപ്പോൾ നമ്മൾ ആദ്യം നമുക്ക് ഇത്രയും പവർ കണ്ടെത്തുക എന്ന് പറയുന്നത് പോസിബിൾ അല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 7 റേസ് ടു 173, അതായത് വൺസ് പ്ലേസിലെ നമ്പർ മാത്രമാണ് അവർ ചോദിച്ചിരിക്കുന്നത് ആൻസറിൽ. അപ്പോൾ 7 റേസ് ടു 173 കണ്ടെത്തണം. അപ്പം നമുക്ക് അറിയാവുന്ന ചില കാര്യങ്ങൾ നമുക്ക് എഴുതി നോക്കാം. 7 റേസ് ടു 0 എന്ന് പറഞ്ഞാൽ 1 ആണ്. 7 റേസ് ടു 1 മീൻസ് 7 ഒരു തവണ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആൻസർ 7 തന്നെ. ദെൻ 7 സ്ക്വയർ എന്ന് വെച്ചാൽ നമുക്കറിയാം അല്ലേ, 7 ഇൻറ്റു 7 ദാറ്റ് ഈസ് 49. അപ്പോൾ വൺസ് പ്ലേസിലെ നമ്പർ ആരാണ്? 9. അടുത്തത് 7 ക്യൂബ് എന്ന് വെച്ചാൽ 7 ഇൻറ്റു 7 ഇൻറ്റു 7. അപ്പോൾ എന്തായി? 49 ഇൻറ്റു 7. അപ്പോൾ നിങ്ങൾ പൂർണ്ണമായിട്ടും 49 ഇൻറ്റു 7 ചെയ്യേണ്ട ആവശ്യമില്ല. 9 7s എത്ര വരുന്നു നോക്കിയാൽ മതി. 9 7s 63യുടെ 3 എഴുതുന്നു. ദെൻ 7 4s അപ്പോൾ ശരിക്കും മൾട്ടിപ്പിൾ ചെയ്താൽ 343 ആട്ടോ കിട്ടുന്നത്. അപ്പോൾ 343യുടെ എഗെയിൻ ഒരു 4 7 മൾട്ടിപ്ലൈ ചെയ്യുന്നതാണല്ലോ ആൻസർ. അത് ഫുള്ള് ചെയ്യേണ്ട. 7 3s 21. വൺസ് പ്ലേസിലെ ആളെ മാത്രം നമുക്ക് കിട്ടിയാൽ മതിയോ? അപ്പോൾ ഇവിടെ നോക്കുക, 7 റേസ് ടു 4 എന്ന് പറയുന്നതിന് ഇത് 2401 ആണ്. വൺസ് പ്ലേസിലെ നമ്പർ ആരാന്ന് മാത്രമാണ് നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ വൺസ് പ്ലേസിലെ നമ്പേഴ്സ് മാത്രം മൾട്ടിപ്ലൈ ചെയ്ത് പോയാൽ മതിയോ? അപ്പം നോക്ക്, 7ന്റെ പവർ 4ഓ അല്ലെങ്കിൽ 4ന്റെ മൾട്ടിപ്പിൾ ആര് വന്നാലും നമുക്ക് എന്ത് കിട്ടും? വൺസ് പ്ലേസിൽ 1 കിട്ടും. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 7 റേസ് ടു 173 ഇത് ഡിവിസിബിൾ ബൈ 4 ആണോ, 4 കൊണ്ട് പൂർണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യാവുന്ന ഒരു നമ്പർ ആണോ എന്ന് ആദ്യം നോക്കുക. 173 നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 4 4s 16, റിമൈൻഡർ 1 വന്നു. 13 കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ 4 അല്ല അല്ലേ. 12 ആയിരുന്നുവെങ്കിൽ നമുക്ക് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ അതിനെ നമുക്ക് എങ്ങനെ വേണേൽ സ്പ്ലിറ്റ് ചെയ്യാം. നമുക്ക് 7 റേസ് ടു 173നെ 7 റേസ് ടു 172 പ്ലസ് 1 എന്ന് തെറ്റില്ലല്ലോ, ശരിയല്ലേ? ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ അതിനെ എന്ത് എഴുതണം? 7 റേസ് ടു 172 ഇൻറ്റു 7 റേസ് ടു 1 അങ്ങനെ എഴുതാലോ. നമ്മൾ കഴിഞ്ഞ പാഠങ്ങളിൽ പഠിച്ചിരുന്നതാണ്. അതായത് ഇക്വേഷൻ എന്താണെന്ന് വെച്ചാൽ എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ എന്ന് വെച്ചാൽ എ റേസ് ടു എം പ്ലസ് എൻ ആണ്. അതായത് 7 റേസ് ടു 172 ഇൻറ്റു 7 റേസ് ടു 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 7 റേസ് ടു 172 പ്ലസ് 1, അതായത് 7 റേസ് ടു 173. അപ്പോൾ 7 റേസ് ടു 173 നമുക്കിങ്ങനെ സ്പ്ലിറ്റ് ചെയ്തെഴുതുന്നതിൽ കുഴപ്പമില്ല. അപ്പോൾ 7 റേസ് ടു 172 ഡിവിസിബിൾ ബൈ 4 ആയതുകൊണ്ട് ഇതിൻ്റെ യൂണിറ്റ് പ്ലേസിൽ എന്താണ് നമുക്കറിയാം. 1 ഇൻറ്റു 7 റേസ് ടു 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ഇൻറ്റു 7 ദാറ്റ് ഈസ് ഈക്വൽ ടു 7. അപ്പോൾ നമുക്ക് ആൻസർ എന്താണ്? ഈ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 3127 ഓൾ റേസ് ടു 173യുടെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം എത്രയാണെന്ന് വെച്ചാൽ ആൻസർ ഈസ് 7. ഒരെണ്ണോട് ചെയ്ത് നോക്കാം. ഒരു ചോദ്യം ഇതാണ്. ഫൈൻഡ് ദ യൂണിറ്റ് ഡിജിറ്റ് ഇൻ ദ പ്രോഡക്റ്റ് ഓഫ് 2467 ഓൾ റേസ് ടു 153 ഇൻറ്റു 341 ഓൾ റേസ് ടു 72. 2467 റേസ് ടു 153 ഇൻറ്റു 341 ഓൾ റേസ് ടു 72 ഇവയുടെ ഗുണനഫലത്തിലെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം എത്ര എന്നാണ് ചോദ്യം. നമുക്കതെങ്ങനെ ചെയ്യാം? തൊട്ട് മുന്നേ പറഞ്ഞ എക്സാമ്പിൾ വെച്ചിട്ട് നമ്മൾ എങ്ങനെ ചെയ്യണം? 7 റേസ് ടു 153 ഇൻറ്റു 1 റേസ് ടു 72 ചെയ്യാം. അപ്പോൾ 7ന്റെ കേസ് നമ്മളിപ്പോൾ ഓൾറെഡി ഇപ്പം നിങ്ങൾ കുറേ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് വേഗം ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ 7ന്റെ പവർ വരുമ്പോൾ നമുക്കറിയാം അല്ലേ, 7 റേസ് ടു 4ന്റെ യൂണിറ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് 1 ആണല്ലോ. അപ്പോൾ ഇത് 153 ഡിവിസിബിൾ ബൈ 4 ആണോ എന്ന് നോക്കുന്നു. അപ്പോൾ 153 ഡിവിസിബിൾ ബൈ 4 അല്ല, കാരണം എൻഡിലെ നമ്പർ 3 വന്നതുകൊണ്ട് പറ്റില്ല. അപ്പോൾ 152 നമുക്ക് നോക്കാം. 152 ഡിവിസിബിൾ ബൈ 4 ആണോ? 152നെ 4 3s 12, റിമൈൻഡർ 3 വരുന്നു. 32 8 4 32 കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആണ്. അപ്പം നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? ഇതിനെ നമ്മൾക്ക് 7 റേസ് ടു 152
പ്ലസ് 1 എന്ന് എഴുതാം ഇൻറ്റു 1/72. അപ്പോൾ ഇത് 7/152 ഇൻറ്റു 7/1 ഇൻറ്റു 1/72. അപ്പോൾ ഇത് 1 ആയി പോയല്ലോ. 7/1 എന്ന് വെച്ചാൽ 7 ആണ്. ഇത് 1/1നെ എത്ര പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്താൽ ആൻസർ 1 അല്ലേ? സോ 1 ഇൻറ്റു 7 ഇൻറ്റു 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 7. അപ്പോൾ യൂണിറ്റ് പ്ലേസിലെ ഈ ക്വസ്റ്റ്യൻ്റെ യൂണിറ്റ് പ്ലേസിലെ നമ്പർ എന്ന് പറയുന്നത് ഇതിലെ യൂണിറ്റ് പ്ലേസിലെ നമ്പർ എന്ന് പറയുന്നത് 7 ആയിരിക്കും. ഓക്കെ, ഈ ഒരു ചോദ്യത്തിൻ്റെ ആൻസർ കണ്ടെത്തി നിങ്ങൾ കമൻ്റായിട്ട് ഇതിലിട്ട് ഇടുക. ടീച്ചർ കറക്റ്റ് ആണോ ഇല്ലയോ എന്ന് പറയാമേ. ഫൈൻഡ് ദ യൂണിറ്റ് ഡിജിറ്റ് ഇൻ 264/102 പ്ലസ് 264/103. ഈ നമ്പറിൻ്റെ യൂണിറ്റ് പ്ലേസിലുള്ള നമ്പർ ഏതാണെന്ന് കണ്ടെത്തി അയയ്ക്കുക. ഓക്കെ.